നമസ്കാരം. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ധനുമാസം. പുണ്യമാസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു മാസമാകുന്നു. പുരാണങ്ങളിൽ ഇപ്രകാരം പരാമർശിക്കുന്നതാണ്: വിളിച്ചാൽ ഭഗവാൻ വിളിപ്പുറത്താണ് എന്നതാണ് വാസ്തവം. അതിനാൽ ഈ മാസം പ്രത്യേകിച്ചും ഭഗവാനെ ആരാധിക്കുന്നത് ഇരട്ടി ഫലം നൽകും. നാം എന്ത് പുണ്യകാര്യം ചെയ്യുവാനും ഏറ്റവും ഉത്തമമായ ഒരു മാസം, ഭാഗ്യം കടാക്ഷിക്കുന്നതായ ഒരു മാസം. അതിനാൽ തന്നെ ഈ മാസം ചെയ്യേണ്ടതായ അതിശക്തിയാർന്ന വഴിപാടിനെ കുറിച്ചും നാളെ 1-ാം തീയതി അല്ലെങ്കിൽ ഈ മാസം സമർപ്പിക്കേണ്ടതായ പുഷ്പങ്ങളെക്കുറിച്ചും പറയേണ്ടതായ ഏറ്റവും വിശേഷപ്പെട്ടതായ ആ വാക്കിനെ കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിഷ്ണു സഹസ്രനാമാർച്ചന. ധനുമാസത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചന പാരായണം ഏറ്റവും ഉത്തമമാകുന്നു. നാളെ 1-ാം തീയതി വിഷ്ണു സഹസ്രനാമ പാരായണം അതിവിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. രാവിലെയും വൈകിട്ടും തീർച്ചയായും നിങ്ങൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. അതീവ ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. നാളെ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് നിങ്ങളുടെ ഐശ്വര്യവർദ്ധനവിന് സഹായകരമായി തീരുന്നു. ക്ഷേത്ര ദർശന വേളയിൽ വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് തീർച്ചയായും പാരായണം ചെയ്യുവാൻ സാധിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. കൂടാതെ ക്ഷേത്ര ദർശന വേളയിൽ വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുകയാണ് എങ്കിൽ, നാളെ നടത്തുകയാണ് എങ്കിൽ പെട്ടെന്നായിരിക്കും ഫലസിദ്ധി കൈവരിക്കുക. വീട്ടിൽ നിന്നും ഇന്നേ ദിവസം പുഷ്പങ്ങൾ ചെത്തി, മന്ദാരം, തുളസി, പിച്ചകം, മുല്ല, ശംഖുപുഷ്പം എന്നിവ ക്ഷേത്രത്തിൽ നൽകുന്നത് ശുഭകരമാണ്. വാഴയിലയിൽ പൊതിഞ്ഞ് ശുദ്ധിയോടെ നൽകുന്നതാണ് ഏറ്റവും ശുഭകരം. ശുദ്ധി പാലിച്ച് മാത്രമേ നൽകുവാൻ പാടൂ. ഇവ പറിക്കുമ്പോൾ തന്നെ വാഴയിലിൽ ഇടുന്നതാണ് ഏറ്റവും ശുഭകരം. നലുത്ത് വീടാൻ പാടുള്ളതല്ല. ആ വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യം വന്നു ചേരുകയും ഭാഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കുന്നതിനും സഹായകരമാണ് ഈ പ്രവൃത്തി. സമ്പത്ത് നിലനിൽക്കുവാനും സമ്പത്ത് വർദ്ധിക്കാനും ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുവാനും ഒരു പരിധി വരെ സഹായകരമാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത്. ക്ഷേത്രപ്രസാദത്തിൽ നിന്നും ലഭിക്കുന്നതായ തുളസി ഇലകളിൽ ഒരു തുളസിത്തറയിൽ നിക്ഷേപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ജീവിതത്തിലെ ദുരിതങ്ങൾ തീരുവാനും ഭഗവത് കടാക്ഷം വർദ്ധിക്കുവാനും ആ വീടുകളിൽ വിളങ്ങുവാനും ഒരു പരിധിവരെ ഇതിലൂടെ സാധിക്കുന്നതുമാണ്. ഇനി ധനുമാസം 1-ാം തീയതി ഈ അർച്ചന നടത്തുവാൻ സാധിക്കാത്തവർ ഈ മാസത്തിൽ തന്നെയുള്ള സാധിക്കുന്ന വ്യാഴാഴ്ചകളിൽ ഈ അർച്ചന നടത്തി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. ഈ അർച്ചന നടത്തുന്നതായ സാഹചര്യത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. സാധിക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. മാനസികപരമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും. കുട്ടികൾ, മുതിർന്നവർ എന്നിവരുടെ ഏകാഗ്രതയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നതിനും ഈ വഴിപാട് നിങ്ങൾക്ക് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. എവിടെയും വിജയങ്ങൾ നേടുവാനും ധനപരമായ ക്ലേശങ്ങൾ ഒഴിയുവാനും ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ഏറ്റവും ഉത്തമമാകുന്നു. ഇനി വിഷ്ണു സഹസ്രനാമം എങ്ങനെ ശരിയായ രീതിയിൽ വീടുകളിൽ ജപിക്കാം എന്നുകൂടി മനസ്സിലാക്കാം. മികച്ചതായ സമയം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. അതിനായി രാവിലെ കുളിച്ചതിന് ശേഷം ഈ സ്തോത്രം വായിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നിരുന്നാലും പിന്നീട് നിങ്ങൾക്ക് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മികച്ചതായ സമയം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7 മണി വരെയുള്ള സമയമായിരിക്കും. ഉറങ്ങുന്നതിന് മുൻപ് സ്തോത്രം ജപിക്കുന്നതും പ്രയോജനകരം തന്നെയാണ് എന്നാണ് വിശ്വാസം. എന്നാൽ ശുദ്ധിയോടെ തന്നെ ജപിക്കുക. ഇത് പറയുന്ന സമയത്ത് ജപിക്കുകയാണ് എങ്കിൽ, അതായത് ഞാൻ പരാമർശിക്കുന്ന ഈ സമയത്ത് ജപിക്കുകയാണ് എങ്കിൽ ആഗ്രഹ സാഫല്യം വന്നു ചേരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ദിവസവും ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടും ഈ സ്തോത്രം ജപിക്കുവാൻ സാധിക്കും എങ്കിൽ പോലും മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മഞ്ഞ നിറം ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ നിറമാണ് എന്നാണ് വിശ്വാസം.
ഇത് ജപിക്കുമ്പോൾ നിങ്ങൾ ഒരു തുണിയിൽ അല്ലെങ്കിൽ പായയിൽ ഇരുന്ന് വേണം പാരായണം ചെയ്യുവാൻ. ഒരിക്കലും നിലത്തിരുന്ന് ജപിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇത് കൂടാതെ അടുത്ത ഒരു പാത്രത്തിൽ അല്പം വെള്ളം സൂക്ഷിക്കുന്നതും ശുഭകരമായിരിക്കും. പഴങ്ങൾ, ഉണങ്ങിയ പഴങ്ങൾ അല്ലെങ്കിൽ മഞ്ഞ മധുരമുള്ള വിഭവങ്ങൾ എന്നിവ ഭഗവാന് സമർപ്പിച്ച് സ്തോത്രപാരായണം ചെയ്യുന്നത് ഉത്തമമാകുന്നു. സ്തോത്രപാരായണം പൂർത്തിയാക്കിയതിനു ശേഷം അവർ വെള്ളം കുടിക്കുകയും നിവേദ്യം അവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രസാദമായി നൽകുകയും വേണം. പലരും സ്തോത്രം ജപിക്കുന്നു എന്നത് വാസ്തവമാണ്, എന്നാൽ ഈ കാര്യങ്ങൾ ചെയ്യാറില്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും ഈ കാര്യങ്ങൾ കൂടി ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും ഇരട്ടിയായി കൊണ്ടുവരുന്നതാകുന്നു. എന്നാൽ ഏവർക്കും വിഷ്ണു സഹസ്രനാമം, ദീർഘമായ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. ഇതിനാൽ പലർക്കും മനസ്താപം വന്നു ചേരാം. എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, വിഷ്ണു സഹസ്രനാമം ജപിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ, ഞാൻ ഈ പരാമർശിക്കുന്ന ശ്രീരാമ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തതിന് തുല്യമായ പുണ്യമാണ്, അനുഗ്രഹങ്ങളാണ്, സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. ആ മന്ത്രം ഇപ്രകാരമാണ്: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി എന്നാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമനാമ വരാനനെ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി എന്നാകുന്നു. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രം ഏവർക്കും ജപിക്കുവാൻ സാധിക്കുന്നതായ ഒരു മന്ത്രം കൂടിയാകുന്നു. തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾ നിത്യവും പാരായണം ചെയ്യുകയാണ് എങ്കിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്ത പുണ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇരട്ടിപ്പിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ധനുമാസത്തിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ മാസം പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാകുന്നു. എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന പുഷ്പങ്ങളാണ് എങ്കിൽ ഇരട്ടി ഫലം വന്നു ചേരും. അതിൽ ആദ്യത്തേതായ പുഷ്പം നീല ശംഖുപുഷ്പമാണ്. വെള്ള ശംഖുപുഷ്പമാണ് എങ്കിലും സമർപ്പിക്കാം. വെളുത്ത നിറത്തിലുള്ള മറ്റു പുഷ്പങ്ങളാണ് എങ്കിലും സമർപ്പിക്കാം. കൂടാതെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളും സമർപ്പിക്കാം. അതിനാൽ ഈ 4 പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷം തന്നെയാകുന്നു. കൂടാതെ ഈ മന്ത്രം ജപിക്കുകയും ചെയ്യുക. എന്നാൽ നെയ്വിളക്ക് തെളിയിച്ച് നിങ്ങൾ, പ്രത്യേകിച്ചും ഭദ്രദീപം തെളിയിച്ച് ഈ മന്ത്രജപം ആരംഭിക്കുന്നത് വിശേഷം തന്നെയാകുന്നു. അല്ലെങ്കിൽ നാളത്തെ ദിവസം ഭദ്രദീപം തെളിയിക്കുന്നത് അതീവ ശുഭകരമാണ്. നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഈ മാസം ഇരട്ടിയുക തന്നെ ചെയ്യും.